സൽഫാൻ ദുരിതബാധിതരുടെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. 58 ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിൽ നിങ്ങളുടെ പങ്ക് എന്തെന്നാണ്? നിങ്ങൾക്ക് കോൺട്രിബ്യൂഷൻ 3 ആളോടും കൂടിയാ ചോദിക്കുന്നത്. എത്ര കിടക്കണം? ഇവിടെ വിഷു കയറാൻ വേണ്ടി പോവാണ്. നമ്മൾ ജനുവരി 30 തുടങ്ങിയതാണ് ഈ സമരം. നിങ്ങളോട് 3 ആളും കൂടിയാണ് ചോദിക്കുന്നത്, എത്ര കാലം നമ്മൾ ഇവിടെ കിടക്കണം? ഇത് സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളാണ് അതിന് ഉത്തരം പറയേണ്ടത്. പ്രദീപ് കുമാർ, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട്. 2016 അല്ല, എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് അല്ലേ? പ്രദീപ് കുമാർ 2016 ബഹുമാനനായ ഉമ്മൻചാണ്ടി കേരള മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം നടന്നത്. അന്ന് ഉമ്മൻചാണ്ടി കൃത്യമായി അതിനകത്ത് ഇടപെടുകയും കൃത്യമായി മെഡിക്കൽ ക്യാമ്പുകൾ ഏതാണ്ട് 34 മെഡിക്കൽ ക്യാമ്പുകൾ അന്ന് നടന്നിട്ടുണ്ട്. 5227 ആളുകളെ അന്ന് ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുണ്ട്. 610 ആളുകൾ അന്ന് വിട്ടുപോയിട്ടുണ്ട്. അവരെ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനമായിരുന്നു. പിന്നീട് സമഗ്ര പുനരധിവാസ പദ്ധതിയും ഗ്രാമ പദ്ധതിയും അന്ന് തുടക്കം കുറിച്ചു. പിന്നീട് 1 കോടി 1.20 കോടി കടമെഴുതി തള്ളാൻ 50,000 രൂപ വീതം അത് തീരുമാനമെടുത്തു. സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെ സഹായം നൽകിയിട്ടുണ്ട്. പെൻഷൻ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞത് മുഴുവനായി ഇത് ഒരു മിനിറ്റ് പറയട്ടെ. ഇല്ല, അങ്ങനെയല്ല. 2016